പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 60 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലത്തൂർ ഡിവൈഎസ്പി പറഞ്ഞു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:40 നാടിന് നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. 480 പേജുള്ള കുറ്റപത്രമാണ് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോടതിക്ക് മുൻപാകെ വെച്ചത്. നാടിന് നടുക്കിയ അരുംകൊലകൾ നടന്ന് 58-ാം ദിവസമാണ് ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. 480 പേജുള്ള കുറ്റപത്രത്തിൽ 133 സാക്ഷികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ചെന്താമര ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ട സാക്ഷിയുടെ മൊഴി പ്രധാനപ്പെട്ടതാണ്. അന്വേഷണ വേളയിൽ സാക്ഷികൾ പലരും കൂറുമാറിയ സാഹചര്യത്തിൽ ഇവരുടെ ഗൂഗിൾ ടൈം ലൈൻ ഉൾപ്പെടെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രതി ചെന്താമര ഇടം കയ്യനാണെന്നും 2 കൈകൾക്കും ഒരുപോലെ ശക്തിയുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ശാസ്ത്രീയ തെളിവുകൾ വേഗത്തിൽ ശേഖരിക്കാനായതാണ് 58-ാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് സഹായമായത്. ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള കുറ്റപത്രമാണ് കോടതി മുമ്പാകെ സമർപ്പിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ പറഞ്ഞു. പിന്നെ ലീഗലി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് കുറ്റപത്രം കൊടുത്തത്. പിന്നെ കിട്ടാനുള്ള ടെസ്റ്റുകളുടെ റിസൾട്ട് എല്ലാം നേരത്തെ തന്നു. ലാബുകാർ പെട്ടെന്ന് അതെല്ലാം ഞങ്ങൾക്ക് തന്നു. പിന്നെ പോലീസിൻ്റെ ഒരു ടീം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, SP സാർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ 60 ദിവസത്തിനകം തന്നെ തീർക്കാൻ പറ്റി. 60 ദിവസമായിരുന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ SP സാർ പറഞ്ഞ് 60 ദിവസം ആക്കേണ്ട, അതിന് മുമ്പ് തന്നെ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്താണ്. ബാക്കിയെല്ലാം ബഹുമാനപ്പെട്ട കോടതി ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി കോടതി തീരുമാനങ്ങൾക്ക്. ചെന്താമര എലവഞ്ചേരിയിൽ നിന്നാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയതെന്നും കൊടുവാളിലെ രക്തക്കറയും ചെന്താമരയുടെ വസ്ത്രത്തിലെ രക്തക്കറയുടെ ശാസ്ത്രീയ തെളിവുകളുമെല്ലാം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ കുടുംബം തകരാൻ കാരണം അയൽവാസികൾ എന്ന ചിന്തയും അടങ്ങാത്ത പകയുമാണ് 2019 സജിത എന്ന യുവതിയെ കൊലപ്പെടുത്തുന്നതിനും ശേഷം കഴിഞ്ഞ ജനുവരി 27 ജാമ്യത്തിലിറങ്ങി സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നതിന് കാരണമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ വേഗത്തിൽ ലഭ്യമായതിനാലാണ് അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് വഴിയൊരുക്കിയത്. അതേസമയം കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് കൊല്ലപ്പെട്ട സുധാകരൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.